العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل وسلم وبارك عليه. ശ്രദ്ധിക്കണേ, ഇതില് സൂറത്തു സാദാണ് കാണാം. ഇതിൽ നമ്മൾ ഇതുവരെ നമ്മൾ പഠിച്ച നഹവുമായി സർഫുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ ആയത്ത്, അതുപോലെ രണ്ടാമത്തെ ആയത്ത്, അതിൽ ഏതെങ്കിലും പദങ്ങൾ നമ്മൾ സർഫിൽ പഠിച്ച മാലിയായ ഫീലോ മുലാരിയായ ഫീലോ അംറ് ഫീലോ ആയിട്ട് നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഏതെങ്കിലും ഓർമ്മ ഉണ്ടോ? ഓക്കെ, യെസ്, കഫറു. ശംസുക കണ്ടോ? ഞാൻ അടിവരട്ടത് കണ്ടോ? എവിടെ? ജുബൈർ, പുതിയ ആളുകളൊന്നും ശ്രദ്ധിക്കണേ. കണ്ടില്ലേ? ആ, ഈ മറ്റേ ശബ്ദം, ബാക്ക്ഗ്രൗണ്ട് ശബ്ദം കുഴപ്പമില്ലെങ്കിൽ എല്ലാവരും മൈക്ക് ഓൺ ചെയ്ത് വെച്ചോളെ, പെട്ടെന്ന് പറയാലോ. ഈ കഫറു എന്നത് ഒരു മാലിയായ ഫീലാണ്. മീസാനിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. രഞ്ജാൻ നമ്മളിപ്പോൾ തുടങ്ങിയതിൽ നിങ്ങൾക്ക് മീസാൻ പഠിച്ച ഓർമ്മ ഉണ്ടാവും. കഫറ കഫറ കഫറു മാലിയായ ഫീലാണത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഒന്നാമത്തെ വരിയില് നമ്മളൊരു മാലിയായ ഫീല് കണ്ടു. ഇനി രണ്ടാമത്തെ വരിയിൽ നോക്കി. അഹിലക്കിന മാലിയായ ഫീലാണ്. 4 അക്ഷരം ഉണ്ടായില്ലേ? അഹിലക്ക, അഹിലക്ക, അഹിലക്കു, അഹിലക്കത്ത്, അഹിലക്കത്ത, അഹിലക്ന, അഹിലക്ത, അഹിലക്തുമ, അഹിലക്തും. ഇന്നലെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, 3 അക്ഷരമുള്ള ഫീലിലൂടെ ഒരു അക്ഷരം അധികമായതില് അഹിലക്ക. ഇപ്പൊ കഫറു എന്നുള്ളതിൻ്റെ അവിടെയും വരും അക്ഫറ, ഒരക്ഷരം അധികം വന്നത്. അപ്പൊ അതേപോലെ ഇവിടെയും നിങ്ങൾക്ക് കാണാം അഹിലക്ക മാലിയാണത്. അഹിലക്കിന സർഫാക്കിയിട്ട് നമുക്ക് അഹിലക്കിന എന്നെത്താൻ കഴിയും. അല്ലല്ല, അത് ഇസ്മിനാണ് ഇവര് ഏറ്റവും ഉയർന്നത്. അഫ്ളലു എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ഉയർന്നത് എന്നർത്ഥം വരും. ഏറ്റവും യെസ്, നശിപ്പിച്ചു എന്നാണ്. ഹലക്ക എന്ന് പറഞ്ഞാൽ നശിച്ചു എന്നാണ്. അഹിലക്ക എന്ന് പറഞ്ഞാൽ നശിപ്പിച്ചു. കഫറ എന്ന് പറഞ്ഞാൽ നിഷേധിച്ചു. അക്ഫറ എന്ന് പറഞ്ഞാൽ നിഷേധിപ്പിച്ചു. അതിനർത്ഥം വരിക. രണ്ടും മാലിയായ ഫീലാണ്. നമ്മൾ മീസാനിൽ നമ്മൾ പഠിച്ചത് തന്നെയാണ്. എന്ത്? കഫറ കഫറ കഫറു എന്നുള്ള സർഫാക്കിയില്ല. അതേപോലെ തന്നെ അഹിലക്ക അഹിലക്ക അഹിലക്കു എന്നുള്ളതും അതേപോലെ സർഫാക്കലാണ്. മനസ്സിലായോ? പുതിയ ആളുകൾ പറയും. ശംസുക്ക, മീസാൻ നമ്മൾ കഴിഞ്ഞതാണല്ലോ. മീസാനിൽ നമ്മൾ പഠിച്ച അതേ രൂപത്തിൽ തന്നെ ഇവിടെയും സർഫാക്കുക. അഹിലക്ക അഹിലക്ക. നിങ്ങൾക്ക് അതിന് ഖുർആനിൽ ഓരോ അക്ഷരങ്ങളും ഓരോ ലഫ്ലുകളും എടുത്ത് പരിചയപ്പെടുത്തുകയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഇത് പഠിച്ചു കഴിയുമ്പോൾ എന്ത് മനസ്സിലായി? ഇത്രയും ഫിഴലുകൾ ഉണ്ട് നമുക്ക് മനസ്സിലാക്കാമല്ലോ. അതിനാണ് ഇപ്പോൾ ഒരു പേജ് എടുത്തത്. ക്ലിയർ ആണോ? എവിടെ ശംസുക്ക പറയട്ടെ. വേറെ വേറെ അഫ്സലൊന്നു. എവിടെ ശംസുക്ക? എന്തൊന്നും ഉണ്ടാത്ത ശംസുക്ക എന്നല്ലേ പേര്? ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഏത്? കഫറ കഫറ കഫറു, ഫഅല ഫഅല ഫഅലു എന്നുള്ള മീസാനിൽ ഫീൽ പഠിച്ചല്ലോ. അതേപോലെ
നാലക്ഷരമുള്ള ഒരു ഫീലാണ്. ആ അഹ്ലക്ക, ആ അഹ്ലക്ക, അഹ്ലക്ക, അഹ്ലക്കു, അഹ്ലക്കത്ത്, അഹ്ലക്കത്ത, അഹ്ലക്ക. ഇനിയുണ്ട്. ഇനി അതിലേതാ ഉള്ളത് പറയൂ. ആ വരിയില് നാദ. നാദ, നാദ എന്നുള്ളത് അത് നാദൗ എന്ന വരി കേട്ടോ. നാദൗ. ആ നാദ, നാദയ, നാദോ. അത് വേണ്ട, നമുക്ക് കുറച്ച് ലൈഫായ ലെറ്റർ ഉണ്ട്, അത് പോട്ടെ, നമ്മൾ പഠിച്ചിട്ടില്ല. പിന്നെ വേറെ ഉണ്ട്, പഠിച്ച തന്നെ അതിലുണ്ട്. അജിബു, അജിബു ഇതണ്ട, ഞാൻ അടിവരട്ട് നോക്കണേ. അജിബു, അജിബ, അജിബ, അജിബു മാലിയാഫിയിലാണ്, മാലിയാഫിയിലാണ്. പിന്നെ അടുത്തത് ആ കാല. പിന്നെ പിന്നെ ഇവിടെ ഒന്നില്ലേ? ജാ അ മാലിയാഫിയിലാണ്. ജാ അ, കാല. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച രണ്ടെണ്ണം ഉണ്ട് ഇതില്, പറയാൻ പറ്റുമോ? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഇസ്മുഫായിൽ ഉണ്ടായില്ലേ? ഒന്നേതാ? ഒന്ന് സാഹിർ എന്നുള്ളതാണ്. പിന്നെ കദ്ദാബ് അല്ല, കദ്ദാബ് നമ്മൾ പഠിച്ചില്ല. ഇസ്മുഫായിൽ തന്നെയാണ് അത്, കദ്ദാബ് ഇസ്മുഫായിൽ തന്നെയാണ്. പക്ഷെ അത് ആ ഒരു രൂപത്തിലുള്ള ഇസ്മുഫായിൽ നമ്മൾ പഠിച്ചില്ല. യെസ്, വെരി ഗുഡ്. കാഫിറൂന, കാഫിറൂന. ഇതാ ഞാൻ ഇത് കാണിച്ചു ഇതാ കണ്ട, ഇതിൽ ഉദാഹരണം വന്നത് ഇതാണ്. നാസിറുൻ, നാസിറാനി, നാസിറുൻ. കണ്ട, നാസിറുൻ, നാസിറാനി, നാസിറൂന. നാസിറത്തുൻ, നാസിറത്താനി, നാസിറാത്തുൻ. കണ്ട ഇസ്മുഫായില്, കണ്ട അടിവരട്ടത് കണ്ട. സുബൈർ എവിടെ? അതിൻ്റെ കൂടെ വേണേ. അഫ്സൽ ഇന്നലെ പറഞ്ഞതാണത്. ഇസ്മുഫായിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മുമ്പ്. എവിടെ? ഫാറൂഖ് ഭായ് ക്ലിയർ അല്ലേ? അഫ്സൽ എവിടെ? ഓക്കെ ഓക്കെ, ഇവിടെ കണ്ടോ, ഇവിടെ കണ്ടോ. ഇപ്പം നാസിറുൻ സഹായിക്കുന്നവൻ, നാസിറാനി സഹായിക്കുന്ന 2 പേർ, നാസിറൂന സഹായിക്കുന്ന കുറേ പേർ, നാസിറത്തുൻ സഹായിക്കുന്ന ഒരു പെണ്ണ്, നാസിറത്താനി സഹായിക്കുന്ന 2 സ്ത്രീകൾ, നാസിറാത്തുൻ സഹായിക്കുന്ന കുറേ സ്ത്രീകൾ. അതേപോലെ തന്നെ ഇവിടെ വന്നു കൂടെ നിങ്ങൾ അൽ കാഫിറൂന എന്നുണ്ട്. ഇവിടെ ഇസ്മാണ്, ഇസ്മിൽ അലിഫ്ലാം വരും. സാഹിറുൻ, കഫറിന്റെ ഇസ്മുഫായിലാണ് കാഫിറൂന. സഹറിന്റെ ഇസ്മുഫായിലാണ് സാഹിറുൻ. കണ്ടോ, സാഹിറുൻ, സാഹിറാനി, സാഹിറൂന. ഓക്കെ, അത് ഇസ്മുഫായിലാണ്, അത് നമ്മൾ പറഞ്ഞില്ല, അതൊന്ന് പറയാൻ പോണതാ. അതൊന്ന് നമ്മൾ പറയും. ഇതൊക്കെ അല്ലേ? എവിടെ സുബൈർ? നമ്മൾ ഇന്നലെ പഠിച്ച, കഴിഞ്ഞ ദിവസം പഠിച്ചത്. മീസാന്റെ അവസാനം നമ്മൾ വന്നിട്ടുണ്ട്. മീസാന്റെ അവസാനം ഫായിലുൻ, ഫായിലാനി, ഫായിലൂന, ഫായിലത്തുൻ, ഫായിലത്താനി, ഫായിലാത്തുൻ. നമ്മൾ മീസാന്റെ അവസാനം പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ്. ക്ലിയർ അല്ലേ? ഇങ്ങനെ പോയൊക്കെ നമ്മൾ ഇതാ അ ജഅല മാലിയാഫിയിലാണ്. ഫഅല, ഫഅല പോലെ ജഅല. ഇങ്ങനെ പോയിട്ട് ഇതാ ഇതൊരു മാലിയാഫിയിലാണ്. ഇൻ ത്വലക്ക എന്നുണ്ടാകുക. ഇൻ ത്വലക്ക, ത്വലക്ക എന്നാണത്. സായിദല്ലാതെ പറയാം, സായിദല്ലാതെ ത്വലക്ക, ത്വലക്ക യത്തുലുക്കു. അപ്പം അതിന് അലിഫും നൂനും അധികം വന്നു അതിൻ്റെ മുമ്പ്, 5 അക്ഷരമായപ്പോൾ. ഇൻ ത്വലക്ക, ആ അലിഫ് സൈലന്റ് ആയതുകൊണ്ടാണ് മുകളിൽ ഒരു സ്വാദിന്റെ പൊട്ടിട്ട് കൊടുത്തു. വൻ ത്വലക്ക, അലിഫ് ഉച്ചരിക്കൂല, കൂട്ടി മൊഴിയുന്ന സമയത്ത് ഉച്ചരിക്കൂല. വൻ ത്വലക്ക. ആ
ആ കേട്ടെ അവിടെ പറ ഇൻഫാല ബാബു മറ്റേത് ഇഫ്താല ആണെങ്കിൽ എന്ത് വേണം? താവ് വേണ്ടേ? താവില്ലല്ലോ, താ അല്ലേ? തോ. ഇതാ ഇസ്ബിറു. ഇതും അമ്ര തന്നെ കേട്ടോ. ഇംഷു എന്നുള്ളത് അമ്ര തന്നെയാണ്. പക്ഷെ ഞാനിപ്പോൾ പറയുന്നില്ല, അത് ലൈഫായ ലെറ്റർ ഉള്ളത് കൊണ്ടാണ് അത് പറയുന്നില്ല. ഇസ്ബിറു, സ്വബറ യസ്ബിറു, അതിന്റെ അമ്ര ഇസ്ബിർ. ഫഅല യഫ്അലുന്റെ അമ്ര ഇഫ് അൽ. ഇസ്ബിറു, ഇസ്ബിർ, ഇസ്ബിറ, ഇസ്ബിറു. ഇനി ഞാൻ കാണിച്ചു തരാം. സമീഅന, മാ സമീഅന. പുതിയ ആളുകൾക്ക് ഒന്നും കൂടി മനസ്സിലാവാനാ പറയുന്നേ. മാ സമീഅന, സമിഅ, സമിഅ, സമിഉ, അതിന്റെ മൻഫി. മാ ഫഅല, മാ ഫഅല, മാ ഫഅലു നമ്മൾ പഠിച്ചില്ലേ? അതേപോലെ മാ സമിഅ, മാ സമിഅ, മാ സമിഉ, മാ സമിഅത്, മാ സമിഅത, മാ സമീഅന, മാ സമിഅത, മാ സമിഅതുമ, മാ സമിഅതും, മാ സമിഅതി, മാ സമിഅതുമ, മാ സമിഅതുന്ന, മാ സമിഅതു, മാ സമിഅന. അതാണ് മാ സമിഅന. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ജുബൈർ, ഷംസുക്ക, നമ്മൾ പഠിച്ച ഏരിയയാണ് ഇപ്പോൾ പറയുന്നത്. എവിടെ? എന്താ പറഞ്ഞേ? ജുബൈർ ജുബൈർ പറ. ജുബൈർ എവിടെ? കേൾക്കുന്നില്ലേ? അതായത് അർത്ഥം മനസ്സിലാക്കണ്ടെങ്കിൽ ഞാൻ അതിന്റെ സ്ട്രക്ചറാ പറഞ്ഞത്. മാലിയായ ഫീൽഡ് മീസാൻ മീസാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? മറ്റുള്ളവരൊന്നും വിചാരിക്കരുതേ, എല്ലാവരും നമ്മളൊപ്പം വേണ്ടേ? നമ്മളൊക്കെ ഒന്നിച്ചു പോകേണ്ട ആളുകളല്ലേ? ഏതായാലും കെ എസ് ആർ ടി സിയിൽ നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ടിക്കറ്റ് കൊടുക്കണ്ടല്ലോ. അല്ല പല വിഷമൊന്നും ഉണ്ടാവില്ല. പകുതി പണി കുറഞ്ഞല്ലോ. ഇനി കെ എസ് ആർ ടി സിയിൽ പെണ്ണുങ്ങൾക്ക് ടിക്കറ്റ് കൊടുക്കണ്ട, അങ്ങോട്ട് പോവുകയോ വേണ്ട. ഇനി ആ ഭാഗത്തേക്കേ പോകണ്ട. അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അപ്പൊ പറഞ്ഞോളൂ. ഏതായാലും റാഫിഖാന്റെ വണ്ടിക്ക് ഏതായാലും കൊടുക്കണം നമുക്ക്. ഷംസുക്ക നോക്കേ, ഇതാണ് നമ്മൾ മീസാൻ പറഞ്ഞ കിതാബിന്റെ തുടക്കത്തിൽ പറഞ്ഞത്. ഫഅല കണ്ടോ? ഫഅല, ഫഅലു, ഇതൊക്കെ അല്ലേ? ഇത് 14 ഫോംസ് ഒക്കെ അല്ലേ? ഫഅല, ഫഅല, ഓക്കെ. ഇതിന്റെ അതേ രൂപത്തിൽ വരുന്നതാണ് ഐൻഫീന് കെസറായിട്ടും വരും. സമിഅ. ഇത് മൂന്നും ഫത്ഹാണ്. ഫ അല മൂന്നും ഫത്ഹാണ്. ഇതിന് ഐൻഫീന് കെസറായിട്ട് വരും. സ മി അ. ഓക്കെ അല്ല ഞാൻ ഓക്കെ ഓക്കെ അതിലേക്ക് എത്താം. ഇത് മനസ്സിലാക്കി. സമിഅ. പിന്നെ വേറൊന്നും കൂടി വരും. ഐൻഫീനിക്ക് ലമ്മും വരും. കറുമ, കറുമ. ഞാൻ ഇതെന്നാണല്ലോ ഇപ്പൊ നിങ്ങളോട് ചോദിച്ചത്, മാ സമീഅന എന്നുള്ളത്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുത്തത്. ഒന്നുകൂടി നോക്കി ശ്രദ്ധിക്ക്. ഇത് ഫഅല, ഫഅല, ഫഅലു, ഫഅലത്, ഫഅലത, ഫഅൽന, ഫഅൽത, ഫഅൽതുമ, ഫഅൽതും, ഫഅൽതി, ഫഅൽതുമ, ഫഅൽതുന്ന, ഫഅൽതു, ഫഅൽന. ഇവിടെ ഒരു നാ എന്ന് അലിഫുണ്ടേ, മറക്കരുതേ. ഇവിടത്തേൽ ഞാൻ അലിഫില്ല, ഫഅൽന എന്നുള്ളൂ. ഇവിടെ ഫഅൽന എന്നുണ്ടേ. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഫഅലത്ത് എന്നാണ്, ഫഅൽത്ത് എന്നല്ല, ഫഅലത്ത് എന്നാണ്. ഞാൻ നേരത്തെ ഇത് എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു. ഓക്കെ. ഇതിന്റെ നെഗറ്റീവ് ആണ് ഏത്? അടുത്ത ബാബ് മാ ഫഅല, മാ ഫഅല, മാ. ഇതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിന്റെ ഒരു സ്ട്രക്ചറാണ് ഏത്? മാ സമീഅന എന്നുള്ളത്. ഏതുപോലെ? സ്ക്രീൻ നോക്കണേ. മാ ഫഅൽന. അത് ഐൻഫീലിനിക്ക് ഫത്ഹ് മാത്രമല്ല വരിക, മൂന്നും ഫത്ഹായിട്ടും വരും, നടുത്തൈന് കെസ്റായിട്ടും വരും, നടുത്തൈന് ലമ്മായിട്ടും വരും. ഇങ്ങനെ 3 രൂപത്തിൽ മാദിയായ ഫീല് വരും. ആ 3 രൂപത്തിൽ മാദിയായ ഫീല് വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ് ഇവിടെയൊക്കെ എന്താണ്? കഫറു, ഇത് മൂന്നും ഫത്ഹ. ഇതിൽ അജിബു, അതിൽ ഐൻഫീൽ എന്ന് പറഞ്ഞാൽ രണ്ടാമത് വന്നത് ജീമിന് കെസ്റ. ഇവിടെ നോക്കുങ്ങള്, ജഅല മൂന്നും ഫത്ഹ. പിന്നെ സമിഅ നടുത്തൈന് കെസ്റ.
ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇതൊക്കെ ആണോ? ഇതൊക്കെ ആണോ? അല്ലല്ല, ഐൻഫീൽ എന്നല്ല. ഐൻഫീൽ എന്ന് പറച്ചില് ഫഅല എന്ന് നമ്മൾ എടുക്കണം. ഫഅല ഫഅല എന്ന് എടുക്കുമ്പോൾ അതിന്റെ അതേ സൈസിൽ വരുന്ന കത്തബ. അപ്പൊ കത്തബന്റെ ഐൻഫീൽ താഴ്, അത് ഫഅല എന്നുള്ളതിലേക്ക് വെച്ച് നോക്കണം. ജാലന്റെ ഐൻഫീൽ ഐന്, അജിബന്റെ ഐൻഫീൽ ജീം. ആ യെസ് 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 യെസ്. ആ റാഫിക്ക പറയും. യെസ്, ആ മൂന്നെണ്ണം വരും. ഫഅലയും വരും, ഫഇലയും വരും, ഫഉലയും വരും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ആ അതെ, ലറബ, ലറബ സമിഅ കറുമ. അപ്പോൾ ലറബന്റെ ഫാവ് ഫീല് ലാദ്, ഐൻ ഫീല് റാ, ലാം ഫീല് ബാ. കത്തബന്റെ കറുമന്റെ ഫാവ് ഫീല് ഖാഫ്, ഐൻ ഫീല് റാ, ലാം ഫീല് മീം. ആ സമിഅന്റെ ഫാവ് ഫീല് സീന്. അതായത് ഫ അ ല എന്നിട്ട് വെച്ചു കൊടുത്താൽ ഫ അ ല, ആ ബാബിൽ അതിലുണ്ട് വരും. ഓക്കെ അല്ലേ? അടിസ്ഥാനപരമായി അടിസ്ഥാനപരമായി യെസ് യെസ്, നമ്മൾ ഫഅലയാണ് എന്താ എല്ലാത്തിന്റെ. യെസ്, നമ്മൾ ഫഅലയാണ് ബേസിക് ആയിട്ട് ഇടുക. അതുകൊണ്ടാണ് കിതാബില് മീസാനിൽ ഫഅല കൊണ്ട് തുടങ്ങിയത്. വേറെ എത്ര ഫീലുണ്ട് ഇവിടൊക്കെ, എല്ലാത്തിനും ഫഅല കൊണ്ട് തുടങ്ങിയത്. ഇങ്ങനെ പോയി 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 നമ്മൾ മാലിയ ഫീൽ കഴിഞ്ഞു. ഇത് മജ്ഹൂല് ഫുഇല, ഫുഇല. വ്യത്യാസം, ഐൻഫീലിന് കസറുണ്ട്, പക്ഷെ ഫാഫീന് ലമ്മാണ്. എല്ലാത്തിന്റെയും മജ്ഹൂൽ ഇങ്ങനെ വരിക. സമിഅന്റെയും അല്ല. ഫഅല എന്ന് പറഞ്ഞാൽ അവൻ പ്രവർത്തിച്ചു എന്നാണ്. അവൻ ഒരു പുരുഷൻ പ്രവർത്തിച്ചു. നമ്മൾ പാസീവ് ആക്റ്റീവ് വോയിസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അവൻ ചെയ്തു. ഇതിന്റെ അർത്ഥം ചെയ്യപ്പെട്ടു എന്നായിരിക്കും. അവൻ ചെയ്യപ്പെട്ടു, അവൻ പ്രവർത്തിക്കപ്പെട്ടു. അപ്പൊ വേറെ ആരോ. ഉദാഹരണം പറഞ്ഞാലേ അതിപ്പോ ഫഅലക്ക് അർത്ഥം നമുക്ക് മനസ്സിലാവില്ല. കുത്തില, കത്തല എന്ന് പറഞ്ഞാൽ കൊന്നു എന്നാണ്. അവൻ കൊന്നു, അപ്പൊ ഇവന് വേറൊരാളെ കൊന്നു. കുത്തില എന്ന് പറയുമ്പോൾ അവൻ കൊല്ലപ്പെട്ടു, അപ്പൊ വേറെ ആരോ ഇവനെ കൊന്നു. അർത്ഥം വ്യത്യാസല്ലേ? ആ മജ്ഹൂൽ, ഇത് മജ്ഹൂൽ പറയും. ഫായിൽ അറിയില്ല, മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ അറിയില്ല എന്നാണ് അർത്ഥം. എന്തറിയില്ല? ഫായിൽ അറിയില്ല. അപ്പൊ കുത്തില കൊല്ലപ്പെട്ടു, അവൻ കൊല്ലപ്പെട്ടു. അതായത് വേറൊരാൾ ഇവനെ കൊന്നു. കൊല്ലുക എന്ന പണി എടുത്തത് വേറൊരാളാണ്, കൊല ചെയ്യപ്പെട്ടവനാണ് ഇവന്. ഹി കിൽസ്, അവൻ കൊല്ലുന്നു. ഹി ഈസ് കിൽഡ്, അവൻ കൊല്ലപ്പെട്ടു. അവൻ കൊല്ലപ്പെടുന്നു എന്നർത്ഥം അല്ലേ? അല്ലെങ്കിൽ ഹി കിൽഡ്, അവൻ കൊന്നു. ഹി വാസ് കിൽഡ്, അവൻ കൊല്ലപ്പെട്ടു. രണ്ടു അർത്ഥം വ്യത്യാസം ഉണ്ടല്ലോ. ഒന്ന് കൊല ചെയ്യപ്പെട്ട ആളുവനാണ്, മറ്റൊന്ന് കൊല്ലുക എന്ന പ്രവർത്തനം ചെയ്തവനാണ്. രണ്ടും ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. മഅറൂഫ് മജ്ഹൂൽ എന്ന് പറയും അറബിയിൽ. മലയാളത്തിൽ എന്തെങ്കിലും പറയാല്ലേ, കർത്തരി കർമ്മണി എന്ന് പറയും. കർത്തരി പ്രയോഗം, കർമ്മണി പ്രയോഗം മതി. അപ്പൊ അതിൽ ഫുഇലാന്നെത്തി. ഇതിന്റെ നെഗറ്റീവ് മാ ഫുഇല. പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോകട്ടോ. അത് അതേപോലെ തന്നെ സർഫാക്കണമൊക്കെ ഒരേപോലെ തന്നെ. മാ ഫുഇല, മാ ഫുഇല, മാ ഫുഇലു, മാ ഫുഇലത്, മാ ഫുഇലത, മാ ഫുഇൽന, മാ ഫുഇൽത, മാ ഫുഇൽതുമാ, മാ ഫുഇൽതും, മാ ഫുഇൽതി, മാ ഫുഇൽതുമാ, മാ ഫുഇൽതുന്ന, മാ ഫുഇൽതു, മാ ഫുഇൽന. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്തു? മുലാരിയിലേക്ക് കിടക്കുകയാണ്. മുലാരി കണ്ട, യഫ്അലു, യഫ്അലു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുലാരിയും 3 രൂപത്തിൽ വരും. ശ്രദ്ധിക്കണേ, നോട്ട് ചെയ്യുകയാണെങ്കിൽ നന്നാവും പുതിയ ആളുകളെ. മുലാരിയും 3 രൂപത്തിൽ വരും. യഫ്അലു ഐൻ ഫീലിനിക്ക് ഫത്ഹായിട്ട് വരും. ഇതുപോലെ ഫതഹ യഫ്തഹു, യഫ്തഹു.
യസ്മഉ. യസ്മഉ മീം മീം മീമാണ് അതിൻ്റെ ഐൻഫീൽ ഫത്ഹായിട്ട്. ഇനി കസ്റായിട്ടും വരും. കസ്റായിട്ടും വരും. ഏതുപോലെ ലറബ യൽരിബു. യൽരിബു. ഇനി ലമ്മായിട്ടും വരും. യൻസുറു. യൻസുറു ലമ്മ. യദ്ഖുലു. യഖ്റുജു. യക്തുബു. മനസ്സിലായോ സുബൈർ? ആ ശംസുക്ക. മാലി 3 രൂപത്തിൽ വന്നു. ഐൻഫീൽ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുലാരി 3 രൂപത്തിൽ വരും. ഐൻഫീലിന്റെ അടിസ്ഥാനം ഈ യാ കൂട്ടണ്ട. നിങ്ങൾ തുടക്കത്തിലുള്ള യാ കൂട്ടണ്ട. യാ മുലാരിയാണെന്ന് അറിയാനുള്ള അടയാളമാണ്. സായിദയാണ്. പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. സായിദ ലെറ്റർ യാന്നാണ് താന്നാണെങ്കിലും ആ 3 രൂപത്തിൽ വരും. പക്ഷെ ഈ മീസാൻ യെസ് ഐൻഫീൽ മാത്രമേ മാറും. ഫാഫീലും ലാം ഫീലും അതെ മാബീലും അങ്ങനെ തന്നെ. ഓക്കെ, നിങ്ങൾ 3 ഉദാഹരണം എഴുതി നോക്കിക്കോളി. ഖതല, സമിഅ, കറുമ. മാറിയത് ഏതാ? നടുത്ത ഐൻഫീൽ മാത്രം. ഇനി മുതാരി എഴുതി നോക്കി. 14 ഇതല്ലേ ചോദിച്ചു? ഇങ്ങനത്തെ അല്ലേ 14. അത് ഒന്ന് പെട്ടെന്ന് പറയാം. നമ്മള് ഇംഗ്ലീഷില് ഐ എന്ന് പറയും അല്ലേ? ഞാൻ. യു എന്ന് പറയും നീ. ദേ എന്ന് പറയും അവർ. വി എന്ന് പറയും ഞങ്ങൾ. ഹി എന്ന് പറയും അവൻ. ഷീ എന്ന് പറയും അവൾ. ഇത്രയേ ഉള്ളൂ പ്രൊനൗണായിട്ട്. പക്ഷേ അറബിയിൽ 14 പ്രൊനൗൺ വരും നൗണിൻ്റെ സ്ഥാനത്ത്. ഹുവ അവൻ ഒരാൾ. ഹുമാ അവർ 2 പുരുഷന്മാർ. ഹും അവർ കുറേ പുരുഷന്മാർ. നിങ്ങൾ ഇവിടെ കണ്ടോ? ഹുവ ഹുമാ ഹും എന്നൊക്കെ ലമീർ ഇവിടെ കണ്ടോ? ഹുവ ഹുമാ ഹും. ഇത് ആണുങ്ങൾ. നമ്മുടെ മുമ്പിലില്ലാത്ത 3 ആണുങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 3 വിഭാഗം ആണുങ്ങൾ നമ്മുടെ മുമ്പിലില്ല. ഒരാൾ അവൻ ഒരു പുരുഷൻ. അവർ 2 പുരുഷന്മാർ. അവർ കുറേ പുരുഷന്മാർ. ഇംഗ്ലീഷിൽ ചുരുങ്ങാൻ കാരണം ഈ രണ്ടെണ്ണത്തിനും ഇംഗ്ലീഷിൽ എന്താ പറയാ നിങ്ങൾ? ദേ എന്നാ പറയാം. ഈ 2 ഇതിനിക്ക് ഹി എന്ന് പറയും. ഞാനിപ്പോൾ മേലെ എഴുതിയതിന് ഹി. എഴുതാൻ ചെറിയൊരു ശ്രദ്ധിക്കണേ. മറ്റവരും ശ്രദ്ധിച്ചോ? ഇതിന് ഹി എന്ന് പറയും. ഇതിന് ഷീ എന്ന് പറയും. എന്താ പറഞ്ഞ? ഇതിന് ഷീ. ഇത് 2നും ദേ എന്ന് പറയാട്ടാ. ദേ. ടൈപ്പ് ചെയ്ത പോലെ ഉണ്ടല്ലേ എഴുത്ത്. നമ്മളെ സുഹേൽ സാറിന് മനസ്സിലാവാനാണ് എഴുതണേ. എഴുതിയതാണ് നട. ഈ 3 എണ്ണത്തിന് ഈ 6 എണ്ണം 1 2 3 4 5 6 ഇത് 6 എണ്ണം അറബിയിൽ വന്നപ്പോൾ ഇംഗ്ലീഷിൽ എത്ര വന്നുള്ളൂ? 1 2 3 വന്നുള്ളൂ. അത് ഒരു പുരുഷൻ പ്രവർത്തിച്ചു എന്നുള്ളതിന് ഹുവ. അതിൻ്റെ ഉള്ള പ്രൊനൗണ് ഹുവ എന്ന പേര്. ഫഅല അത് മാദിയാകുമ്പോൾ ഫഅല വരും. മുലാരിയാകുമ്പോൾ യഫ്അലു.
രണ്ട് പേരാകുമ്പോൾ എഫ് അലാനി, എഫ് അലൂന കുറേ പേർ, രണ്ടിൽ കൂടുതൽ. ഇനി ഇപ്പുറത്തേക്ക് നോക്ക് നിങ്ങൾ. ഇതാ ഇത് തഫ് അലു, അൻത നട്ടാ, നീന്നാണ് ഇവിടെ കണ്ട അൻതാന്ന്. ഇതിൽ യു, യെസ്, ഇതൊക്കെ ഇനിയുള്ള 6 യു എന്ന വരിക. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഏകവചനാണെങ്കിലും ബഹുവചനാണെങ്കിലും ഒക്കെ യു യു എന്ന വരിക. ഇതും യു, ഇതും യു, ഇതും യു, ഇതും യു, ഇതും യു, ഇത് മൊത്തം യു. നമുക്ക് ഇങ്ങനെ ഒരു യു എന്ന് എഴുതിട്ടാണ്. ആയിവ ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ ഷംസുക? ഇത് ഐ എന്ന് വരും, ഞാൻ എന്നുള്ളതിന് ഐ, ക്യാപിറ്റൽ ലെറ്റർ ഐ. ഇത് വി എന്ന് വരും, ഞങ്ങൾ. ഇതാണ് ഇതിൽ 14 ആവാൻ കാരണം. അതെ, ഇതിൽ വെച്ചാല് നീ ഒരു പുരുഷൻ, നിങ്ങൾ രണ്ട്, അറബിയിൽ 14 വരും. അത് അറബിന്റെ ഒരു പ്രത്യേകതയാണ്. ഇംഗ്ലീഷിൽ നോക്ക്, ഇംഗ്ലീഷ് 1 2 3 4 5 6 വന്നുള്ളൂ. 8 ഇതിൽ കൂടുതലാണ്. ഉടുത്ത് പല്ലിയച്ച് കടന്നുറങ്ങാൻ പറയല്ലായിരുന്നു. അപ്പോ അറബിയിൽ 14 വരും, ഇംഗ്ലീഷിൽ 6. ഇതാണ് ഇതിൽ 14 ഫോം ആയത്. മാലിയും 14, മുവാരിയും 14. അംറ് പിന്നെ നമ്മൾ കൽപ്പിക്കുക ചെയ്യുക. അംറിൽ 12 വരും. ഞാൻ എന്നോട് തന്നെ കൽപ്പിക്കൂലല്ലോ. ഞാൻ എന്നോട് കൽപ്പിക്കുവോ? ഇല്ല, പിന്നെ അത് വരില്ല. ഞങ്ങളോട് ഞാൻ കൽപ്പിക്കുവോ? അവൻ കൽപ്പിക്കൂല. അപ്പൊ അവിടെ അത് രണ്ടും വരില്ല. അപ്പൊ 12. പ്രോനൗൺ ഒരു ഫീൽഡിൽ കയറി വരുമ്പോഴാണ് നമ്മൾ ഈ സർഫാക്കുന്നത്. പ്രോനൗൺ കയറി വരുമ്പോൾ ആണ് നമ്മളിപ്പോ ഇത് പഠിക്കണം. എന്തിനാണ് ഈ സർഫ് പഠിക്കുന്നത്? നമ്മുടെ വ്യത്യസ്തങ്ങളായ ആശയം നമ്മൾ കൈമാറാനാണ്. നമ്മുടെ മനസ്സിലൊരു ആശയമുണ്ട്, ഈ ആശയം മറ്റുള്ള ഒരാൾക്ക് കൈമാറാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എൻ്റെ മനസ്സിലൊരു കാര്യമുണ്ട്, അവൻ അടിച്ചു എന്ന് എനിക്ക് പറയണം. അപ്പോൾ അവൻ അടിച്ചു ലറബ എന്ന് പറയണം. ഇനി ഇവൻ എൻ്റെ മുമ്പിലുള്ള ആൾ അടിച്ചു എന്നാണ് എനിക്ക് പറയേണ്ടത്, അപ്പോൾ ലറബ്ത എന്ന് പറയണം. അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി അടിച്ചു എന്നാണ് എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് മറ്റൊരാൾക്ക് അറിയിച്ചു കൊടുക്കാനുള്ളത്, അപ്പോൾ ലറബ്ന എന്ന് പറയണം. പ്രവൃത്തികൾക്ക് മാത്രമേ, ഫീലുകൾ മാത്രമേ സർഫാക്കൂ. പിന്നെ ഫീലിൽ നിന്നുണ്ടാകുന്ന ഇസ്മും സർഫാക്കും. ഫീലിൽ നിന്നുണ്ടാകുന്ന ഇസ്മു, ഉദാഹരണം പറയാം, അതാണ് ഇസ്മു ഫായിൽ നമ്മൾ സർഫാക്കിയത്. ഫായിലുൻ പ്രവർത്തിക്കുന്ന ഒരാൾ, ഫായിലാനി പ്രവർത്തിക്കുന്ന 2 പേർ, പുരുഷന്മാർ. പിന്നെ ഇസ്മു ഇതേപോലെ സർഫാക്കൂല. ഉദാഹരണം പറയാം, റജുലുൻ ഒരു പുരുഷൻ, റജുലാനി 2 പുരുഷന്മാർ. അത് സർഫാക്കിയിട്ട് ഇനി 2 സ്ത്രീ പുരുഷന്മാർ എന്ന് വരില്ലല്ലോ, അത് വരില്ല. അത് ആ രൂപത്തിൽ സർഫാക്കൂല. അത് ഇസ്മിനെ നമ്മൾ എന്ത് ചെയ്യും? ഏകവചനം, ദ്വിവചനം, ബഹുവചനം ആക്കും. അത് വേറെ. ഈ രൂപത്തിൽ സർഫാക്കുന്നത് ഫീല് മാത്രമാണ്. അതുപോലെ ഫീലിൽ നിന്നുണ്ടാകുന്ന ഇസ്മു ഫായിലെ ഇസ്മു ഫൂല് ഈ രൂപത്തില്. അതെ, അതാ ഞാൻ ഇസ്മു ഫായില് 6 വരുള്ളൂ. പക്ഷെ 6 എല്ലാത്തിനും വരും. ഉദാഹരണം പറയാം, അവൻ പ്രവർത്തിക്കുന്നവനാണ്, ഹുവ ഫായിലുൻ. ഞാൻ പ്രവർത്തിക്കുന്നവനാണ്, അന ഫായിലുൻ. അത് ഞാൻ എന്നുള്ള ഒരു സബ്ജക്റ്റും യെസ്, അതെ. റാഫിക്ക് എന്താ ചോദിച്ചേ? വെള്ളം ഞാൻ നന്നായിട്ട് കുടിക്കും. രാത്രി 3-4 തവണയൊക്കെ മൂത്രമൊഴിക്കാൻ. പള്ളി
നേരത്തെ ഉള്ള റൂമിൻ്റെ തൊട്ട് കുറച്ച് അപ്പുറത്ത് അതേ ഫ്ലോറിലായിരുന്നു ബാത്റൂം. അപ്പോൾ പള്ളിയിലാണ്. പള്ളിയിൽ നിന്ന് കുറച്ച് ദൂരം പോകണം, എന്നാലും വെള്ളം കുടിക്കും. അല്ലാ, പോട്ടെ. ഇപ്പോൾ ഒന്നുകൂടി പറയാനേ, ഇന്നലെ പഠിച്ച ഇസ്മു ഫായില്, ആ ഇസ്മു ഫായില് ഹുവ നാസിറുൻ, അവൻ സഹായിക്കുന്നവനാണ്. ഹുമാ നാസിറാനി, അവർ രണ്ടുപേരും സഹായിക്കുന്നവരാണ്. ഹും നാസിറൂന, അവർ കുറേ പേർ സഹായിക്കുന്നവരാണ്. ഞാൻ എന്നാണെങ്കിലോ അന നാസിറുൻ, നഹനു നാസിറൂന, ഞങ്ങൾ സഹായിക്കുന്നവരാണ്. അൻത നാസിറുൻ, അൻതുമാ നാസിറാനി, അൻതും നാസിറൂന, അൻതി നാസിറത്തുൻ, അൻതുമാ നാസിറത്താനി, അൻതുന്ന നാസിറാത്തുൻ. അത് ഇസ്മുഫായിൽ നിന്നുള്ളതും സർഫാക്കും. ഓക്കെ ആണോ? ക്ലിയർ ആണോ സുബൈറെ? യെസ്. ഇപ്പൊ മുലാരി എത്തിട്ടോ. മുലാരി കഴിഞ്ഞു. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നത് മാത്രം. അതിൻ്റെ മുലാരിൻ്റെ നെഗറ്റീവ് ലാ എന്നാണ് ചേരുക, മാലിയിൽ മാ എന്നാണ് ചേരുക, നെഗറ്റീവിന് മുലാരിയിൽ ലാ എന്നാണ് ചേരുക. അങ്ങനെ പോയി പിന്നെ മജ്ഹൂലായി. മജ്ഹൂലും ഒറ്റ രൂപമാണ്. മുലാരിൻ്റെ മജ്ഹൂലും ഒറ്റ രൂപമാണ്. മാലിൻ്റെ മജ്ഹൂലും ഒറ്റ രൂപമാണ്. യുഫ്അലു എന്നാ വരിക. അത് യൻസുറുവിൻ്റെ മജ്ഹൂലും യുൻസറു എന്നാണ്. യസ്മഉവിൻ്റെ മജ്ഹൂലും യുസ്മഉ എന്നാണ്. യദ്രിബുവിൻ്റെ മജ്ഹൂലും യുദ്റബു എന്നാണ്. ഒക്കെ ഇതേ വചനേ വരുള്ളൂ. ഇതിൽ ഐൻഫീൽ മൂന്നായിട്ട് മാറൂല മജ്ഹൂലിൽ. ഏതുപോലെ? മാലിയിൽ മൂന്നായിട്ട് മാറാത്ത പോലെ ഫുഇല എന്നുള്ളത് മാത്രമേ വരുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ ശംസുക്ക? ഒന്നുകൂടി പറയണോ? എവിടെ സുഹേൽ സാറേ? എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയാനല്ലേ? അതായത് ശംസുക്ക ഒന്നുകൂടി പറയാം. മാലി മഅറൂഫ് 3 രൂപം പറഞ്ഞു. ഫഅല, ഫഇല, ഫഉല. പക്ഷെ എൻ്റെ മാലി മജ്ഹൂൽ ഒറ്റ രൂപയേ ഉള്ളൂ, ഫുഇല എന്ന് മാത്രമേ ഉള്ളൂ. മുലാരി മഅറൂഫ് 3 രൂപം പറയുന്നു. അത് യഫ്അലു, യഫ്ഇലു, യഫ്ഉലു. പക്ഷെ മുലാരി മജ്ഹൂലും ഒറ്റ രൂപയേ ഉള്ളൂ, യുഫ്അലു. ഏതാണ്? യൻസുറുവിൻ്റെ യുൻസറു, യദ്രിബുവിൻ്റെ യുദ്റബു. അതുപോലെ മഅറൂഫിൽ ഐൻഫീൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഫത്തും ലമും കസ്ബും. ഇതൊക്കെ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ കണ്ടുപിടിക്കണം. ഖുർആൻ ഒരു ദിവസം ഒരു 10 പേജെങ്കിലും നമ്മൾ ഓതണം. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കണ്ടുപിടിക്കും. ഇനി ഖുർആൻ ഓതുന്നത് ഈ രൂപത്തിലാവണം നിങ്ങൾ. അപ്പോഴാണ് നമ്മുടെ അതുക്കേൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, എന്തേ? ഹൃദയത്തിനുണ്ടാകുന്ന രോഗങ്ങൾ മാറാൻ 5 മരുന്നുകൾ. അത് നമ്മൾ സുഹേൽ സാറ് കുറിച്ച് തരില്ല. പോലെ ശരീരത്തിനുണ്ടാകുന്ന രോഗങ്ങൾക്കുള്ള മരുന്നേ തരും. ഹൃദയത്തിലുണ്ടാകുന്ന മരുന്നുകൾ ഡോക്ടർമാർ തരില്ല. അത് ഒരു മരുന്നാണ് ഖുർആൻ ചിന്തിച്ചുകൊണ്ട് ഓതുക. ഒന്ന് ഖുർആൻ ചിന്തിച്ചുകൊണ്ടോ, അത് ആ ഒരു വലിയ മരുന്ന്. അത് 1-ാം മരുന്നാട്ടാ, 1-ാമത്തെ മരുന്ന്. പിന്നെ ഒന്നുണ്ട്, പറയാൻ പറ്റൂല, പറഞ്ഞാലും നിങ്ങൾ ചെയ്യുമോയെന്നറിയില്ല. കട്ടൻ ചായയൊക്കെ ഓർഡർ ചെയ്ത ആളോട് ഇപ്പോൾ എന്താ പറയാ, വയറൊഴിച്ചിടുക. ഖൽബിൻ ഖംസത്തുൻ ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മാന വലിൽ ബത്നിൽ ഖല ഫഖിയാമു ലൈലിൻ. തഹജ്ജുദ് നിസ്കരിക്കുക. അസ്റഫുൽ ഖിയാമു ലൈലിൻ 5 നേരം, അല്ല 5 എന്ന് പറഞ്ഞു, രാത്രി നിസ്കരിക്കുക. വത്തളറു ബിസ്സഹർ, അത്താഴ സമയത്ത് എഴുന്നേറ്റ് ദ്വാരക്കുക. 3-3:30 മണിക്ക് നമ്മൾ ബസ് പോകാൻ വേണ്ടി നീക്കുമല്ലോ, അതിൽ 3 മണിക്ക് നീക്കുക. എന്നിട്ട് ആ സമയത്ത് ദ്വാരക്കുക.
അപ്പോൾ 3:30. അപ്പോൾ 4:40 സംതിങ്ങിനാണ് ബാങ്ക്. 45 46 ഒക്കെയാണ് ബാങ്ക് വരുന്നത്. അപ്പോൾ ഒരു 4 മണിക്ക് നമ്മൾ സാധാരണ ആളുകൾ എഴുന്നേൽക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ ദ്വാരക്കുക. അത് നമ്മളെ ഹൃദയത്തിൻ്റെ രോഗങ്ങൾ മാറ്റും. പിന്നെ മുജാലസാത്തു സാലിഹീനൽ ഫുള്ളല, നല്ല ആളുകളുടെ മജ്ലിസിക്ക് ചെല്ലുക. ആലിമീങ്ങളുടെ മജ്ലിസ്, അതുപോലെ സ്വലാത്തുള്ള മജ്ലിസ്, അങ്ങനത്തെ മജ്ലിസിലേക്ക് നമ്മൾ പോയി നിൽക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ രോഗം മാറ്റും. അപ്പോൾ ഒന്നാമത് പറഞ്ഞാൽ നമ്മുടെ വിഷയം. അപ്പോൾ ഖുർആൻ നിങ്ങൾ ഓതുന്ന സമയത്ത് ഒരു 10 പേജെങ്കിലും ഓതുക. നമ്മുടെ ഫോണിലുണ്ടാവുമല്ലോ, ഫോണിൽ നമ്മൾ ഖുർആൻ ഡൗൺലോഡ് ചെയ്യുക. ഏത് ഖുർആനെ? ഈ റസ്മുൽ ഉസ്മാനിയുള്ള ഖുർആൻ. എന്നിട്ട് നമ്മൾ അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഓതുക. അർത്ഥം ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിയുന്ന ചിന്ത. ഇപ്പം നമ്മൾക്ക് ചിന്തിക്കേണ്ടത് മുലാരിയാണോ, മാദിയാണോ, അമ്രാണോ, നെഹിയാണോ, ഇതാണ് നമ്മൾ ഇസ്മാണോ ഫീലാണോ എന്നുള്ളത്. അത് ചിന്തിച്ചാൽ മതി. ഇനി നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ തഫ്സീറൊക്കെ പഠിക്കും. അപ്പോൾ ഒന്നും കൂടി അർത്ഥം ചിന്തിക്കും. ഖുർആൻ്റെ അർത്ഥം ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിച്ചാൽ തീരൂല. അള്ളാഹുവിൻ്റെ കലിമാത്തുകൾ സമുദ്രം മുഴുവൻ മഷിയായാലും ഭൂമിയിലുള്ള മറ്റ് പദാർത്ഥങ്ങളൊക്കെ പേനയായാലും അള്ളാഹുവിൻ്റെ കലിമത്തുകളുടെ ഇത് എഴുതി വർണ്ണിക്കാനോ എഴുതി തീരൂല. നമ്മൾ പഠിച്ചാലേ പറ ഓതി സുഹേൽ സാറേ. ലൗ കുല്ലൗ അപ്പൊ 2 കടലുണ്ടെങ്കിൽ മതിയാവോ? ഇല്ല, അതും പറ്റൂല. 2 കടലുണ്ടെങ്കിൽ മതിയാവോ? അതും പറ്റൂല. അതതിൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെ കലിമത്തിൻ്റെ ആ ഒരു പൂർണ്ണത, ഒരു കലിമത്ത് ബഹർ സമുദ്രം പറ്റി തീരുന്നതിലൊന്നും തീരൂല, അതോടൊപ്പം എന്തിനും തീരൂല. അതുപോലത്തെ ഒന്നുണ്ടെങ്കിലും കഴിയൂല എന്ന് അള്ളാഹ് പറഞ്ഞു. അപ്പോൾ അത് പറയാം. അപ്പോൾ ഇതൊന്ന് ചെയ്യാം, നോക്കാം. യെസ്, യുഫ്അലു അത് മജ്ഹൂല്. അങ്ങനെ ലാ യുഫ്അലു ഉണ്ട്, അതിൻ്റെ മജ്ഹൂല് നെഗറ്റീവ്. ഇതൊക്കെ ക്ലിയർ അല്ലേ ഷംസുക്ക? എവിടെ? ഇനി ഇതിൻ്റെ ലമ്മ് വന്നിട്ടുള്ളത് ലം യഫ്അൽ ഒന്നും വിശദീകരിക്കണ്ട, നമ്മൾ പറഞ്ഞതാണ്. ലം യഫ്അൽ അവിടെ ലൂന്ന് മാറിയിട്ട് എന്ത് ചെയ്തു? സുക്കൂനായി. ലം യഫ്അൽ, ലം യഫ്അല അവിടുത്തെ നൂന് പോയി, ലമ്മ് വന്നുകൊണ്ടാണ്. ലം യഫ്അലു നൂന് പോയി. ലം തഫ്അൽ സുക്കൂനായി. ലം തഫ്അല നൂന് പോയി. ലമ്മ് നഫിയും ചെയ്യും ഖൽബും ചെയ്യും. അതായത് ലാ യഫ്അലു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ പ്രവർത്തിക്കുന്നില്ല എന്ന അർത്ഥം വരിക. ലാ യഫ്അലു. ലം യഫ്അൽ എന്ന് പറഞ്ഞാൽ അവൻ പ്രവർത്തിച്ചിട്ടില്ല എന്നർത്ഥം വരിക. എന്താവും? നഫിയും ചെയ്യും, മാലിയിലേക്ക് മറിക്കും അർത്ഥം. ലം യലിദ് അവൻ പ്രസവിച്ചിട്ടില്ല. മാ ഫഅല എന്നുള്ള അർത്ഥം കിട്ടും. അപ്പൊ മാ ഫഅല എന്ന മാ ഫഅല പറഞ്ഞാൽ പോരെ, അത് പോരാ, ഒരു തൗക്കീദും കിട്ടും ലമ്മ് വരുമ്പോൾ. അതാണ്. പിന്നെ അത് പറഞ്ഞാൽ പോലെ വേറെ എന്തിനത് ലമ്മ് ഉണ്ടാക്കണമെന്ന് നമ്മൾ ചോദിക്കണ്ട. അതൊരു മാലിയുടെ മീനിങ് മാലിയാണെന്നല്ല, മാലിയുടെ മീനിങ് കിട്ടും. ലം യഫ്അൽ മാ ഫഅല. ഇവിടെ കണ്ടങ്ങള് ഇതാ, യെസ് യെസ്, ഇതാ ഇതാ ഇവിടെ ഞാൻ അടിവരട്ട് ആൻസർ. ലമ്മ് പ്രവേശിപ്പിച്ചാൽ വൈദാ അദ്ഖൽത ലം അലൽ ഫിഇൽ മുസ്തഖ്ബിലി ജസംതഹു, നീ ജസ്മ് ചെയ്യണം.
അസ്കത്ത നൂനത്തസ്നിയത്തി വ നൂനൽ ജംഇൽ മുദക്കരി വ നൂനൽ വാഹിദത്തിൽ മുഅന്നസിൽ ഹാദിരി, അതിൻ്റെ നൂനൊക്കെ കളയും. വ ഖലബ്ത, നീ മറിക്കും, നീ മറിക്കും. മഅനൽ മുസ്തഖ്ബിലി, മുസ്തഖ്ബിലിൻ്റെ അർത്ഥത്തിനെ മാലിയൻ മൻഫിയൻ, നഫി ചെയ്യപ്പെട്ട മാലിയായിട്ട് മറിക്കും. അതിനർത്ഥം മീനിങ് ആണ് മാറും. അപ്പോൾ നഫി നെഗറ്റീവ്, നെഗറ്റീവ്. മുസ്ബത്ത് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്, മറ്റേത് നെഗറ്റീവ്. നഫി ചെയ്യപ്പെട്ടതാണ് മൻഫി, അത് ഇസ്മഫൂലാണ്. മൻഫി എന്നുള്ളത് ഇസ്മഫൂലാണ്. നഫി ചെയ്യപ്പെട്ടത് എന്നർത്ഥം. അത് മൻഫൂയുൻ എന്ന വരിക, അത് നമ്മൾ പറയും എന്നാണ്. അതാ ഇത് മുസ്ബത്തുണ്ട്, ഇവിടെ മുസ്ബത്തുണ്ട്, ഇത് പോസിറ്റീവ്. ഇതിൽ ലാ അല്ല, യുഫ്അലു എന്നുള്ളൂ, പോസിറ്റീവ്. അതെ അതെ, മബിനി എന്ന് പറഞ്ഞാൽ ആമിലുകൾ വരുമ്പം അവസാനത്തിന് മാറ്റമില്ലാത്തത്. ആമിലുകൾ വരുന്നതിനനുസരിച്ച് ഹൗലായി, ഹൗലായി, അത് ഹൗലായി തന്നെ എപ്പോഴും. അത് മബ്ന, അതുണ്ട്, ബിൽഡിംഗ് അർത്ഥമുണ്ട്. മാറ്റല്ല. ഹാവുലായി നമ്മൾ പറയില്ലേ, എന്താ പിന്നെ ഹാവുലായിനെ പോലെ എന്ന് പറയില്ലേ. എന്താ ഹാവുലായി എന്ന് പറഞ്ഞാൽ ഒരു മാറ്റമില്ലാത്ത എന്താണ്, ഹൗലായി ആണ് ഓന് എന്ന് പറയും. ഒരു മാറ്റമല്ല. നേരെ മറിച്ചോ മാറ്റം ഉണ്ടാവണമെങ്കിൽ ആമിലുകൾ വരുന്നതിനനുസരിച്ച് മാറ്റം വേണ്ട. ഇപ്പോൾ അതാ ജയ്ദുന്നുമാകും, ജയ്ദന്നുമാകും, ജയ്ദിന്നുമാകും. അവാമില് നമ്മൾ പഠിച്ചല്ലോ, മുഅറബ് എന്ന് പറയും, ഇറാബ് സ്വീകരിക്കണം. ഇനി അവർ ഉലായിക്കുണ്ട്. ഉലായിക്ക എന്ന് പറഞ്ഞാൽ അവർ. യെസ്, മബിനിയാണ്. ഇവർ, ഇവർ ഹൗലായി എന്ന് പറഞ്ഞാൽ ഇവർ. ഹൗലായി മുത്തസിലാണല്ലോ. അത് ഹാ എന്നുള്ളത് തമ്പീഹിന്റെ അത് വരും. അത് വേറെ പദമാണ്. ഏതിന്റെ അടിസ്ഥാനത്തിൽ? ഇപ്പൊ ഹാദ, റാ എന്നുള്ളതിൽ നമ്മൾ ഉണർത്താൻ വേണ്ടി വരുന്ന ഒരു പദമാണ് ഹാ എന്നുള്ളത്. ഹാദ, അത് റാ എന്നുള്ളത് മാത്രം മതി. പിന്നെ വേറൊരു പദം എന്നുള്ളതിലേക്ക് അങ്ങനെ വന്ന മറ്റേ ഹാ. അതെ അതെ, അത് അപ്പൊ മുൻഫസിലാവും. ഉലായി മുത്തസിലും ഹാ ഉലായി, ഹാ ഉ എന്നുള്ളത് എന്താവും, എന്താവും, മുൻഫസിലാവും. അത് മദ് രണ്ട് വിധം ഉണ്ടല്ലോ, മുത്തസില് മുൻഫസില് കണ്ട്. ഒരു കലിമത്തിലുള്ളതാണെങ്കിൽ അവിടെ മുത്തസിലാണ്, രണ്ട് കലിമത്ത് കൂടിയതാണെങ്കിൽ മുൻഫസിലാവും. ഹാ ഉല എന്നുള്ളത്, ഹാ എന്നുള്ളത് വേറൊരു കലിമത്താണ്. അതിനൊരു ഉണർത്താൻ വേണ്ടിയിട്ട് പറയണതാണ് നമ്മൾ. ഉണർത്താന്ന് മീൻസ് ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട്. റാ എന്ന് പറഞ്ഞാൽ തന്നെ മതി. ഹാദൽ കിതാബു, ദൽ കിതാബു എന്ന് പറഞ്ഞാൽ തന്നെ മതി. അവിടെ നമ്മൾ ഹാദാന്ന് കൊടുക്കുന്നത് ഒരു ഉണർത്തുന്നതിന് വേണ്ടിയിട്ട്. കുറെ പറഞ്ഞു നമ്മള്. ക്ലിയർ, മനസ്സിലാകുന്നില്ലേ? എവിടെ റാഫിക്ക? ഇവർ എന്ന് പറയുമ്പോ അവർ. അക്കാ എന്നുള്ളത് ഒരു വഴീദിന്റെ അർത്ഥം വരിക. റാ എന്ന് പറഞ്ഞാൽ ഇത് എന്നാണ്, ഹാദ എന്ന് പറഞ്ഞാൽ ഇത്, റാലിക്ക എന്ന് പറഞ്ഞാൽ അത് എന്നാണ് അർത്ഥം. റാലിക്ക അത് ആ കാഫിന്റെ അർത്ഥമാണ് അത്. അത് ഒരു ബഈദ്, ദൂരമുള്ള ഒരു സാധനം. ദിസ് ദാറ്റ് എന്നൊക്കെ പറയില്ല നമ്മൾ ഇംഗ്ലീഷിൽ. ദിസ് ഈസ്, ദാറ്റ് ഈസ് എന്ന് പറയുന്നത് അതുപോലെ ആ ഒരു വ്യത്യാസം. അത് മഫൂലിന്റെ അർത്ഥമാണ്. നിന്നെ എന്നർത്ഥം വരും ഫീല് വരുമ്പോൾ. നിന്നെ, നിനക്ക്
ഒക്കെ അർത്ഥം വരും. ഇപ്പോൾ ബാറക്കല്ല, ഏതാ പറയാ, ആ ജസാ, ജസാക്കല്ല, ജസാ പ്രതിഫലം നൽകട്ടെ, ക നിനക്ക്, അള്ളാഹു അള്ളാഹു പ്രതിഫലം നൽകട്ടെ. ജസാ മാദിയായ ഫീലാണ്, ക മഫൂലാണ്, അള്ളാഹു എന്നുള്ളതിന്റെ ഫായിലാണ്. അള്ളാഹു നിനക്ക് പ്രതിഫലം നൽകട്ടെ, ജസാക്കുമുള്ള, അതും അങ്ങനെ തന്നെ വരിക. അത് ബാറക്കല്ലാഹു ലക്ക, നിനക്ക് അള്ളാഹു എന്താവട്ടെ ബറക്കത്ത് ചെയ്യട്ടെ. അത് ചിലതിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ കണ്ടിട്ടില്ലേ, മഫൂല് നേരിട്ട് വരും, ചിലപ്പോൾ ഒരു ടു കൊടുക്കും അല്ലെങ്കിൽ ഇന്ന് കൊടുക്കും. ഇംഗ്ലീഷിലൊക്കെ പറയുമ്പോൾ ഏതാ ഉദാഹരണം പറഞ്ഞാൽ, ഐ ഈറ്റ്, ഐ ഈറ്റ് എ മാംഗോ, ഞാനൊരു മാമ്പഴം ഭക്ഷിച്ചു. അത് കറക്റ്റായിട്ട് വന്നു. പിന്നെ നോക്ക്, പ്ലീസ് ഷെയർ ദിസ് മെസ്സേജ്, ഈ മെസ്സേജ് നിങ്ങൾ ഷെയർ ചെയ്യണം, ഈ മെസ്സേജിനെ നിങ്ങൾ ഷെയർ ചെയ്യണം വിത്ത് ദ ഗ്രൂപ്പ്, അങ്ങനെ കൊടുക്കണം. വിത്ത് ദ ഗ്രൂപ്പ്, ഗ്രൂപ്പിനെ. അത് രണ്ടാം മഫൂലാണ്, രണ്ട് മഫൂലൊക്കെ വരും ചിലതിന്. അപ്പോൾ അവിടെ വിത്ത് എന്നുള്ളൊരു ഇത് വന്നില്ലേ, ഒരു പ്രിപ്പോസിഷൻ വന്നല്ലോ. അതേപോലെ തന്നെ അറബിയിലും എന്ത് ചെയ്യും, ചിലതിലേക്ക് മുത്താദ്ദി ആവൂല, ചിലത് ലാസിമായിരിക്കും, മഫൂലിക്ക് വിട്ട് കിടക്കില്ല. അപ്പം അതിന് വേണ്ടി ചിലപ്പോൾ ലാമ് കൊടുക്കും, ചിലപ്പോൾ ബാ കൊടുക്കും, അങ്ങനെയൊക്കെ കൊടുക്കും. അതാണ് ബാറക്കല്ലാഹു ലക്കും അവിടെ ആ നോക്കും. പക്ഷെ ജസാക്ക എന്നുള്ളടത്തില്ല. ആ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അത് ഗോഡ് ബ്ലസ് യു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതെങ്ങനെ അങ്ങനെ അർത്ഥം വരുന്നത്? എന്താശയാണെങ്കിലും ഇപ്പൊ ഞാൻ ഒന്ന് പറയാം. ഒന്ന്, ഇപ്പോ രണ്ട് സെന്റൻസുകളാണ് അറബിയിലുള്ളത്, രണ്ട് സെന്റൻസുകൾ. ഒന്ന് ഖബരി എന്ന് പറയും. ഖബരി എന്ന് പറഞ്ഞാൽ സിദിക്കിനും കദിബിനും സാധ്യത ഉള്ളത്. ഇതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം കേട്ടോ. സിദിക്കിനും കദിബിനും സാധ്യത ഉള്ളത്. ഉദാഹരണം പറയാം, ഞാൻ വെള്ളം കുടിച്ചു. അതൊന്നിരിക്ക സത്യമാവാം അല്ലെങ്കിൽ നുണയാവാം, അല്ലേ? ഞാൻ ഇപ്പോൾ വെള്ളം കുടിച്ചു എന്ന് നിങ്ങളോട് പറയണം, ഒരു സ്റ്റേറ്റ്മെന്റ് പറയണം, ഞാൻ വെള്ളം കുടിച്ചു. അത് സത്യവും ആവാം അല്ലെങ്കിൽ കളവാകാം. രണ്ടും കൂടി ആവുമോ? ആവില്ല. ഒന്നിരിക്ക ഏതെങ്കിലും ഒന്നായിരിക്കും, അല്ലെങ്കിൽ സത്യമാകാം കളവാകാം. ഇനി ഞാൻ ചോദിക്കുകയാണ്, നീ വെള്ളം കുടിക്ക് എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ, മറ്റൊരു സ്റ്റേറ്റ്മെന്റ്, നീ വെള്ളം കുടിക്ക്. അത് സത്യമാകുമോ കളവാകുമോ? ആവൂല, രണ്ടും ആവൂലല്ലോ. നീ വെള്ളം കുടിക്കുക എന്നാണല്ലോ പറയുന്നത്, അത് രണ്ടും ആവൂല. അപ്പൊ അതൊരു കൽപ്പനയാണ്. അപ്പൊ ഇങ്ങനെ ചില സെന്റൻസുകൾ ഉണ്ടാവും. ഏത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നതും ഉണ്ടാവും. നമ്മൾ ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് പറയും ഇംഗ്ലീഷിൽ, ഡിക്ലറേറ്റീവ്. അത് അസേർട്ടീവ് ഓർ നെഗറ്റീവ് എന്നൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ പഠിച്ചു വെച്ചൊരു ഓർമ്മ. പിന്നെ ഈ ഇൻട്രോഗേറ്റീവ് സെന്റൻസ്, ഇമ്പരേറ്റീവ് സെന്റൻസ് കേട്ടുക്കണം, ചോദ്യം ചോദിക്കാൻ പറ്റുന്ന സെന്റൻസുകൾ, കൽപ്പിക്കും. ഇത് ബേസിക് ആണ് ഞാനീ പറയണേ. എന്നാ പോട്ടെ, അത് ഞാൻ മായിച്ചുട്ടാ. എന്നാ ഒന്ന്, ഇപ്പൊ രണ്ട് തരം സെന്റൻസുകളുണ്ട്. അപ്പൊ ഉദാഹരണം പറയാം, ഇപ്പൊ നീ ചായ കുടിക്കുക എന്ന് പറഞ്ഞു, അത് സത്യമാവൂല നുണയാവൂല. നേരെ മറിച്ച് ഞാൻ ചായ കുടിച്ചു, ഒന്നിരിക്കൽ ഞാൻ സത്യം പറഞ്ഞതാവാം അല്ലെങ്കിൽ ഞാൻ നുണ പറഞ്ഞതാവാം. നീ ചായ കുടിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ചില സെന്റൻസുകൾ ശ്രദ്ധിക്കണം, ഇനി പറയാനടുത്ത പോയിന്റ്, ചില സെന്റൻസുകൾ ഖബരിയാണെങ്കിലും, ചില സെന്റൻസുകൾ ഖബരിയാണെങ്കിലും ഇൻഷാ ഉദ്ദേശിക്കും, ഇൻഷാ ഉദ്ദേശിക്കും. അതിൽപ്പെട്ടതാണിത്. വഫറല്ലാഹു ലക്ക, വഫറ പുറത്തു തന്നിരിക്കുന്നു, അള്ളാഹു അള്ളാഹു ലക്ക നിനക്ക് പുറത്തു തന്നിരിക്കുന്നു എന്നാണ് അതിന്റെ ഖബരിയായ മീനിങ്, ആണ് അതിന്റെ അർത്ഥം, ഖബരിയായ മീനിങ്. പക്ഷെ അതിന്റെ അർത്ഥം
ഇൻഷായിലേക്ക് ഉദ്ദേശിച്ചു. ഏതുപോലെ അള്ളാഹു പുറത്തു തരട്ടെ എന്നുള്ള അർത്ഥം. അതേപോലെ വന്നതാണ് ഏത് ബാറക്കല്ലാ, അള്ളാഹു ബർക്കത്ത് ചെയ്തു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം, ഖബരി തന്നെയാണ്. പക്ഷെ ഇതൊരു ദുആഇൻ്റെ ഒരു മക്കാമ്, ഒരു ആശംസ പറയുന്നതിൻ്റെ മക്കാമായതുകൊണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്തു, അതിന് ഇൻഷായിൻ്റെ മീനിങ് കൊടുത്തു. ഇനി അതൊക്കൊന്നും പോകണ്ടെങ്കിലേ അസ്സലാത്തു വസ്സലാമു അല സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ എന്താ അർത്ഥം? അള്ളാഹുവിൻ്റെ മഹത്തായ ഗുണവും മഹത്തായ രക്ഷയും നബിതങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ എന്നർത്ഥം. അതുക്കും പോണ്ട, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. എന്താ അതിൻ്റെ അർത്ഥം? അസ്സലാമു രക്ഷ നിങ്ങൾക്കാണ്, നിങ്ങൾക്ക് രക്ഷയുണ്ട് എന്നതിൻ്റെ അർത്ഥം. അസ്സലാമു അള്ളാഹുവിന്റെ രക്ഷ അലൈക്കും നിങ്ങളുടെ മേൽ ഉണ്ട് എന്നാണ്. അതല്ലല്ലോ അതിൻ്റെ അർത്ഥം ശരിക്കും വരുന്നത്. എന്താണ്? അള്ളാഹുവിന്റെ രക്ഷ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ, വ അലൈക്കും അസ്സലാം നിങ്ങൾക്കും ഉണ്ടാവട്ടെ, തിരിച്ചും ഉണ്ടാവട്ടെ. അത് രണ്ടും പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് അൽഹംദുലില്ലാ എന്ന് ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് എന്ന് പറയുന്നത്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രാർത്ഥന. എന്താണ് അർത്ഥം? എല്ലാ സ്തുതിയും അള്ളാഹുവിനാണ് എന്നാണ്. എല്ലാ സ്തുതിയും അള്ളാഹുവിനാണ്. അപ്പോൾ ആ വാക്ക് നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ നടത്തി തരും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് അള്ളാഹു തആല നമ്മൾ തട്ടിമാറ്റും. അതാണ് അൽഹംദുലില്ലാ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് എന്ന് പറയാൻ കാരണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇൻഷാ ഒരൊറ്റ വാക്കാട്ടത്. ഇൻഷാ അള്ളാ എന്നുള്ളത് രണ്ട് വാക്കാണ്. ഇൻ എന്നൊരു വാക്കും ഷാ എന്നൊരു ഫീലും അള്ളാ എന്നൊരു ഇസ്മുമാണത്. ഇൻഷാ അള്ളാ. ഇപ്പൊ പറഞ്ഞ ഇൻഷാ എന്ന് പറഞ്ഞ ഒറ്റ പദാണ്. അൻഷാ യുൻഷിഉ ഇൻഷാ. ഇൻഷാ എന്ന് പറഞ്ഞാൽ ചോദ്യം, കൽപ്പന, ആഗ്രഹം പറയൽ, അതൊക്കെ വരുന്നതിനാണ് ഇൻഷാ എന്ന് പറയുന്നത്. ചോദ്യം, അത്ഭുതം പ്രകടിപ്പിക്കുക, കൽപ്പിക്കുക, ആഗ്രഹം പ്രകടിപ്പിക്കുക. ഇപ്പോൾ ചിലർ പറയില്ലേ, ഞാൻ ചന്ദ്രനിലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു, എൻ്റെ യുവത്വം എനിക്ക് മടങ്ങി വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതൊക്കെ ഇൻഷാ ആണ്, സ്റ്റേറ്റ്മെന്റ് അല്ല. എന്തൊരു ഭംഗിയുള്ള മനുഷ്യനാണത്, എന്തൊരു ഭംഗിയുള്ള ആളാണ് നമ്മുടെ റാഫിക്ക എന്ന് പറഞ്ഞു. പെണ്ണുങ്ങളെ അടുത്തില്ലല്ലോ. എന്തോരു ഭംഗിയാണ് നമ്മുടെ റാഫിക്ക എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ മീനിങ് എന്താ? റാഫിക്ക നല്ല ഭംഗി ഉണ്ട് എന്നാണ്. പക്ഷെ അത് ഉപയോഗിച്ച പദം എന്തായിരുന്നു? നമ്മൾ എന്തോരു ഭംഗിയുള്ള ആളാണെന്ന് അതൊരു ചോദ്യത്തിന്റെ രൂപത്തിൽ ഉപയോഗിച്ചു. മാ അജ്മല റാഫിക്ക, എന്തൊരു ഭംഗിയാണ് അല്ലേ? മാ അഹ്സന വജ്ഹഹു, എന്തോ ഒരു മുഖം ഭംഗിയുള്ള ആളാണ്. അത് വേറെ, അത് രണ്ടെണ്ണം അത് വരും. അത് അജ്മിൽ അഫ്ഇൽ ബിഹി. അതെ അതെ. അബ്സിർ ബിഹി വ അസ്മിർ അല്ലേ? ആയത്തില്ലേ സുഹൈൽ സാറേ? കൗഫിലോ? കൗഫിലല്ലേ ഇത്? അബ്സിർ ബിഹിം വ അസ്മിർ ബിഹിം വ അബ്സിർ. എന്തൊരു കേൾവിയാണ്, എന്തൊരു കാഴ്ചയാണ് എന്നൊരർത്ഥത്തിന് എന്നൊരു ആയത്തുണ്ട്. അതും ഈ അത്ഭുതം പ്രകടിപ്പിക്കുന്ന. അപ്പൊ ഏതായാലും അവിടെ അതെ, അത് മീനിങ് അങ്ങനെ വരിക. അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചിട്ട് അത് ഖുർആനിൽ അങ്ങനെ നമ്മുടെ അല്ലല്ല. അള്ളാഹു പറയുമ്പോ ഒന്ന് വേറെ. അള്ളാരോടെ പ്രാർത്ഥിക്ക, അള്ളാരോടെ പറ. അല്ല, അത് മാലി തന്നെയാണ്, ഫീല് മാലി തന്നെയാണ്. പക്ഷെ മീനിങ് ഇൻഷാ ആണ്. തൃപ്തിപ്പെടട്ടെ എന്നർത്ഥം. യെസ് യെസ്. അത് നമ്മള് മറ്റേ സ്വലാത്തിലുണ്ട പോലെയാണ്. സ്വലാത്ത് ചെല്ലണ എന്താ? അതെ, തൃപ്തി. തൃപ്തി അത് ചിലത് അങ്ങനെ ഭയപ്പെടട്ടെ, അത് മജൂലായത് കൊണ്ടല്ല.
ഈ പെടുക എന്ന് പറഞ്ഞാൽ ഒക്കെ മജൂലല്ല കേട്ടോ. ഭയപ്പെടുക, കഷ്ടപ്പെടുക, അതുപോലെ തൃപ്തിപ്പെടുക, ഇതൊന്നും മജൂലല്ല. പെടുക എന്ന് കാണുന്നതൊന്നും മജൂലല്ല, എല്ലാം മജൂലല്ല, ചിലതേ മജൂലത്. അപ്പൊ ഇവിടെ നമ്മൾ മതിൽമക്ക് പന്തെറിയുന്ന പോലെയാണ്, റബ്ബർ പന്തെറിയുന്ന പോലെ, അല്ലെങ്കിൽ കണ്ണാടിയിലേക്ക് ടോർച്ച് അടിക്കണ പോലെ പന്തെറിഞ്ഞ് അങ്ങോട്ട് വരും. അപ്പൊ നമ്മൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹു പൊരുത്തം കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് പൊരുത്തം കിട്ടട്ടെ എന്ന് അതിന്റെ മീനിങ് വരിക. റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ഇല്ലാല് അതിന്റെ മീനിങ് എന്താ? നമുക്കും അള്ളാഹു ഗുണം ചെയ്യട്ടെ, അതതിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹു ഒരു കാര്യം ചെയ്യണതിൻ്റെ മീനിങ് ഒന്ന് വേറെയാണ്. ഇപ്പോൾ ഇന്നല്ലാഹു മലായിക്കത്തഹു യുസല്ലൂന അലൻ നബി, അള്ളാഹുവും മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നു. അള്ളാഹു സ്വലാത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു പദവി വർദ്ധിപ്പിക്കുന്നു. മലക്കുകൾ സ്വലാത്ത് ഇല്ല എന്ന് പറയുമ്പോൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. നമ്മൾ സ്വലാത്ത് ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ കാരുണ്യം തേടുന്നു. അങ്ങനെ അർത്ഥം വ്യത്യാസം വരും. നമ്മൾ റളിയല്ലാഹു അൻഹു നമുക്ക് പറയാൻ വേണ്ടി വന്നത് അത് അവരുടെ പൊരുത്തം, അള്ളാഹു പൊരുത്തപ്പെടട്ടെ, തൃപ്തി വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, ഏറ്റി കൊടുക്കട്ടെ, സാധിപ്പിച്ചു കൊടുക്കട്ടെ, കഴിവ് കൊടുക്കട്ടെ, അങ്ങനെയൊക്കെയുള്ള ഒരു ദുആന്റെ മീനിങ്ങാണ്. ചുരുക്കത്തിൽ ഒരു വേർഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. നമ്മുടെ രണ്ട് സൈസ് സെന്റൻസുകളുണ്ട്. ഒന്ന് ഖബരി എന്ന് പറയും, ഖബർ ഖാ ബാ റാ. മറ്റൊന്ന് ഇൻഷാ എന്ന് പറയും. ഖബരി എന്ന് പറഞ്ഞാൽ സത്യവുമാകാം കളവുമാകാം, രണ്ടും പാടാവൂല കേട്ടോ, സത്യമോ കളവോ ആവാം. അതിനാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം, പ്രസ്താവന. സ്റ്റേറ്റ്മെന്റ് കൊടുത്തു എന്നൊക്കെ പറയുന്നത്. മറ്റേത് സ്റ്റേറ്റ്മെന്റ് അല്ല, അതൊരു ഇൻട്രോഗേറ്റീവ് ആയിരിക്കും, ചോദ്യമായിരിക്കും, അല്ലെങ്കിൽ ഇമ്പറേറ്റീവ് കൽപ്പനയായിരിക്കും, അല്ലെങ്കിൽ പ്രത്യാശ പ്രകടിപ്പിക്കലായിരിക്കും, അല്ലെങ്കിൽ ആഗ്രഹം പ്രകടിപ്പിക്കലായിരിക്കും, അങ്ങനെയൊക്കെ വരുന്നത്. അങ്ങനെ വരുന്നതിനാണ് എന്ത് പറയാം, അത് പറയാം ഇൻഷാ. രണ്ട് സൈസ് സെന്റൻസുകൾ ഏതെടുത്ത് നോക്കിയാലും ഞങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. അതെ, ഈ രണ്ട് സെന്റൻസ് ആയിരിക്കും. നോക്കേ, ഇത് നമ്മൾ ഇന്നലെ പഠിച്ച ഒന്ന്, ഇവിടേക്കാണ് എത്തേണ്ടിയിരുന്നത്, അവിടേക്ക് എത്തിയില്ല, അടുത്ത ദിവസം പറയാം. മഹ്സൂമുൻ കണ്ടോ, ഇസ്മഫൂല് മഫ്ഊലുൻ. സുഹൈൽ സാറേ, വട്ടം മഫ്ഊല് കണ്ട, ഇതാണ്. ഇത് നോക്ക്, ഹസമ യഹ്സമു, ഹസമ ഹാസിമുൻ. ഇവിടെ കണ്ട, ഇവിടെ നോക്ക് നിങ്ങൾ, കദ്ദബത്ത് ഖബ്ലഹും ഖൗമു നൂഹിൻ വആദുൻ വഫിർഔനു ദുൽ ഔതാദ്. അവർക്ക് മുമ്പ് നൂഹ് നബിയുടെ കൗമും ആദ് സമൂഹവും ഫിർഔനും കളവാക്കി. ഇത് സ്റ്റേറ്റ്മെന്റാണ്, ഇതൊരായത്താണ്, ഇതൊരു സ്റ്റേറ്റ്മെന്റാണ്. സിദ്ക്കുമാവാം കളവുമാവാം, പക്ഷെ ഇത് അള്ളാഹുവിന്റെ വാക്കായതുകൊണ്ട് സിദ്ക്കേ ആവുള്ളൂ, അള്ളാഹുവിന്റെ കലാമാണല്ലോ. ഇനി നോക്കണേ, വഖാലു അവർ പറഞ്ഞു, മനസ്സിലാവാൻ വേണ്ടി രണ്ടെണ്ണം എടുത്താട്ടാ. റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, അജ്ജില്ലന ഞങ്ങൾക്ക് നീ പെട്ടെന്നാക്കിക്കൊണ്ട. അപ്പൊ ഇവിടെ രണ്ട് സെന്റൻസ് ആണ്. വഖാലു അവർ പറഞ്ഞു, ഇത് സ്റ്റേറ്റ്മെന്റ് ആണ്, ഇത് ഖബരിയാണ്. അവർ പറഞ്ഞു, റബ്ബന അജ്ജില്ലന, റബ്ബേ നീ ഞങ്ങൾക്ക് പെട്ടെന്ന് നിർവഹിച്ചുകൊണ്ടാ, ഞങ്ങൾക്ക് പെട്ടെന്നാക്ക്. ഇത് കൽപ്പനയാണ്, കൽപ്പനക്രിയ. ഇത് ഇൻഷാ ആണ്. ഇത് മീനിങ്ങുമായി ബന്ധപ്പെട്ടാണ് നമ്മളിപ്പോൾ രണ്ട് വിഭാഗം, രണ്ട് ഐറ്റം സെന്റൻസുകൾ ഉണ്ട് എന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേ സുബൈർ? അത് നമുക്ക് തഫ്സീർ അല്ല, അത് നോക്കിയിട്ട് പറയാം. അതിൻ്റെ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാകണമെന്നുണ്ട്, അതിപ്പോൾ പറയണ്ടല്ലോ. തഫ്സീർ നമ്മളങ്ങനെ ഗ്രൂപ്പിൽ അറിയിക്കാം കേട്ടോ. 16 അല്ലേ, പുറത്തു സ്വാദ്.
ഖുർആൻ നമ്മൾ ഉറപ്പിച്ചേ അർത്ഥം പറയാൻ പറ്റും. ഏതെടുത്താലും അങ്ങനെ തന്നെ. ഏതൊരു അറബി കലാം എടുത്താലും രണ്ട് വിഭാഗം സെൻറ്റൻസ് ഈ മീനിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അങ്ങനെ ഉണ്ടാവും. എന്താണ് ഇതൊക്കെ ആ വസലാമുൻ അലൽ മുർസലീൻ, മുർസലീങ്ങളുടെ മേൽ രക്ഷ ഉണ്ടാവട്ടെ എന്നാണ്. കാണുമ്പോൾ എന്തത് ഇതൊരു ഖബരിയാണ്, പക്ഷേ അതിൻ്റെ മീനിങ് ഇൻഷാ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാ സ്തുതിയും അള്ളാഹുവിൻ്റെ മേൽ ഉണ്ടാവട്ടെ. ഇതും ഇതാണ് ഇൻഷാ. കാണുമ്പോൾ ലഫ്ള് എന്താണ്? ഖബരിയാണ്. അല്ലല്ല, ഇൻഷാ എന്ന് പറഞ്ഞാൽ എന്താണ്? കൽപ്പനക്രിയയോ ആഗ്രഹം പ്രകടിപ്പിക്കലോ താല്പര്യം പ്രകടിപ്പിക്കലോ ചോദ്യം ചോദിക്കലോ, ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. സ്റ്റേറ്റ്മെന്റ് അല്ല ഇൻഷാന്റെ അർത്ഥം. ഉണ്ടാക്കാന്ന് അതിന്റെ അർത്ഥം വരിക ഇൻഷാ എന്ന് പറഞ്ഞാൽ. അതിന്റെ അർത്ഥം നഷ വളർന്നു, അൻഷ വളർത്തി. അപ്പൊ ഇൻഷാ എന്ന് പറഞ്ഞാൽ വളർത്തൽ എന്നാണ്, ഉണ്ടാക്കൽ എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ ഇതിന്റെ ഉദ്ദേശം ഇത്. ഇൻഷാ എന്ന് എഴുതുമ്പോൾ ഒറ്റപ്പതാണ് അത് പറഞ്ഞില്ല. അവന് അലിഫ് എഴുതണം, പിന്നെ നൂന് ഷീന് കൂട്ടി എഴുതണം, പിന്നെ ഒരു അലിഫ് എഴുതണം, പിന്നെ ഒരു ഹംസ എഴുതണം. ഇൻഷാ അള്ളാഹ് എന്ന് എഴുതുമ്പോൾ അത് ഇൻ എന്നത് ഒരു പദം സെപ്പറേറ്റ് ആണ്, പിന്നെ ഒരു സ്പേസ് ഇട്ടിട്ട് ഷാ എന്നിടണം, പിന്നെ അള്ളാഹ് എന്ന് എഴുതണം. അത് ഉദ്ദേശിക്കാൻ അർത്ഥം ഇൻ ഷാ അള്ളാഹ്. പല ആളുകളും എഴുതുമ്പോൾ എന്ത് ചെയ്തു? ഇൻഷാ എന്ന് കൂട്ടി എഴുതും, ഇൻഷാ അള്ളാഹ്. അത് തെറ്റാണ്. നമ്മളെ ഗ്രൂപ്പിലും ആരോ അങ്ങനെ എഴുതിയിരുന്നു. അപ്പൊ ഞാൻ പേഴ്സണലായിട്ട് പറഞ്ഞിരുന്നു, അത് എഴുതി പറഞ്ഞു കൊടുത്തു. നാളെ ഡ്യൂട്ടി ഉണ്ടോ? ഇത് റെക്കോർഡ് ആയിട്ടില്ല. 2 മിനിറ്റ് ഇപ്പൊ റെക്കോർഡ് ചെയ്തതായിട്ടുള്ളൂ. ഇത്രയും നേരം പറഞ്ഞു. ഇത് 2:44 കാണിക്കുന്നത്. ഞാൻ ആദ്യം മുതലേ റെക്കോർഡ് ചെയ്താണല്ലോ. അല്ല, ഇപ്പോഴും റെക്കോർഡ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഓഫായിട്ടില്ല. അത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. 1 മണിക്കൂർ കഴിഞ്ഞ് 3 മിനിറ്റ് ആയി. അത് 1 മണിക്കൂർ ഇപ്പുറത്ത് കാണിക്കണില്ല. ഓട്ടെ.